2018 ജനുവരി 23 5:45 AM ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് ഏതാനും കിലോമീറ്ററുകൾക്ക് മുൻപുള്ള ആവടി എന്ന ചെറിയ റെയിൽവേ സ്റ്റേഷൻ. അതിരാവിലെ ട്രാക്കിലും ട്രാക്കിൻ്റെ പരിസരത്തുമൊക്കെയായി വെളിക്കിറങ്ങാനിരുന്നവർ സുരക്ഷിതമായ മറ്റു സ്ഥാനങ്ങളിലേക്ക് മാറിയിരുന്നു. ഹോൺ മുഴക്കി വേഗത കുറച്ച് 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ആലപ്പി ചെന്നൈ എക്സ്പ്രസ് വന്ന് നിൽക്കുമ്പോഴേക്കും പുറത്തേക്കിറങ്ങുവാനുള്ള ആളുകളുടെ തിരക്ക് വാതിലിനരികിൽ രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു. ട്രെയിൻ നിൽക്കുന്നതിനു മുൻപേ തന്നെ ആളുകൾ തിക്കി ഇറങ്ങാൻ തുടങ്ങി. ചെന്നൈ സിറ്റിയുടെ ഔട്ടറിൽ താമസിക്കുന്നവരും ജോലി ചെയ്യുന്നവരുമൊക്കെയാണ് സാധാരണ ആ സ്റ്റേഷൻ ഉപയോഗിക്കാറുള്ളത്. തിരക്കുകൾക്കിടയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്ന ബാഗുകളുമായി ഒരു വിധത്തിൽ ശ്രീരാമും പുറത്തേക്കിറങ്ങി. വലിയ കേടുപാടുകളില്ലാതെ പുറത്തേക്കിറങ്ങിയ സമാധാനത്തിൽ അവൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒന്ന് നടുനിവർത്തി. ആ സ്റ്റേഷനിൽ ഇറങ്ങിയ ആളുകളൊക്കെയും നിമിഷ നേരം കൊണ്ട് പല ഭാഗത്തേക്കും ചിതറിപ്പോയി. ആ സമയത്ത് ട്രെയിൻ ഹോൺ മുഴക്കിക്കൊണ്ട് വീണ്ടും മുന്നോട്ട് നീങ്ങി തുടങ്ങിയിരുന്നു. ചുമലിലും തോളിൻ്റെ ഇരുവശങ്ങളിലും തൂക്കിയിട്ടിരിക്കുന്ന ബാഗുകൾ നിലത്തേക്ക് ഊരി വെച്ചിട്ട് അവൻ പ്ലാറ്റ്ഫോമിൽ മൊത്തമായി ഒന്ന് കണ്ണോടിച്ചു നോക്കി. തന്നെ കൂട്ടുവാനായി ബിനീഷേട്ടൻ എത്തിയിട്ടില്ല. നിലത്തിരിക്കുന്ന ബാഗുകൾ സമീപത്തെ സിമൻറ്റ് ബെഞ്ചിലേക്ക് കയറ്റി വെച്ച് പ്ലാറ്റ്ഫോമിലെ ഡ്രിങ്കിംഗ് വാട്ടർ ടാപ്പിനരികിലേക്ക് മുഖം കഴുകാനായി ശ്രീരാം നടന്നു. ടാപ്പ് തുറന്നതും ഷൂ എന്നുള്ള ശബ്ദം മാത്രം കേട്ടു. ടാപ്പിൽ 2 വട്ടം തട്ടി നോക്കിയപ്പോൾ കേട്ട ശബ്ദത്തിൽ വ്യത്യാസമുണ്ടായതല്ലാതെ വെള്ളം വന്നില്ല. മുഖം കഴുകാനുള്ള പദ്ധതി ഉപേക്ഷിച്ച് അവൻ ബാഗുകൾ വെച്ചിരുന്ന ബെഞ്ചിലേക്ക് പോയിരുന്നു. തൻ്റെ എതിർവശത്തുള്ള ട്രാക്കിൽ ഒരാൾ ഒരു കുപ്പി വെള്ളവുമായി ബീഡിയും വലിച്ച് കുത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ ചുറ്റുപാടും ഒന്ന് ശ്രദ്ധിച്ചു. ദൂരേക്ക് മാറിയും ചില ആളുകൾ 2 ട്രാക്കുകളുടെ നടുഭാഗത്തും ട്രാക്കിനുള്ളിലുമൊക്കെയായി കാര്യം സാധിക്കുവാൻ വേണ്ടി കുത്തിയിരിപ്പുണ്ട്. സമീപത്തുള്ള പബ്ലിക് ടോയ്ലറ്റിലേക്ക് നോക്കി. അത് താഴിട്ട് പൂട്ടിയിരിക്കുന്നു. എന്തായാലും തമിഴ്നാട്ടിലെ ആദ്യത്തെ കണി കൊള്ളാം, ശ്രീരാം സ്വയം പിറുപിറുത്തു. ഫോണെടുത്ത് അതിൽ 1 മണിക്കൂർ മുൻപേ വിളിച്ച ബിനീഷേട്ടൻ്റെ നമ്പർ ഒരിക്കൽ കൂടി ഡയൽ ചെയ്തു. റാമേ, നീ എത്തിയോടാ? പിന്നില്ലേ, നിങ്ങൾ ഇതെവിടാണ് മനുഷ്യ? ഞാനിവിടെ കുറേ അപ്പിഡീംസിൻ്റെ നടുവിലാണ്. ഹ അതൊക്കെ ഇവിടെ സർവ്വസാധാരണമല്ലേ. നീ ഒരു കാര്യം ചെയ്, ഇപ്പോൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന റോഡിലേക്ക് വന്നു നിൽക്ക്. ഏത്? ആ SBIയുടെ ATM കാണുന്ന ഭാഗത്തെ റോഡാണോ? ആ, അതുതന്നെ, അങ്ങോട്ടേക്ക് പോര്, ഞാൻ ദേ ഇപ്പോൾ എത്തും. അതും പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ കട്ട് ചെയ്തു. കോൾ കട്ടായതും ചുറ്റുപാടും ഒരിക്കൽ കൂടി നിരീക്ഷിച്ചിട്ട് ബാഗുകളും എടുത്ത് ശ്രീരാം എതിർവശത്തുള്ള റോഡ് ലക്ഷ്യമാക്കി നടന്നു.